കിളുത്തിക്കുന്ന മൊത്തം നെല്ല് വരാറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മുടെ പാടത്ത് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് വെള്ളം ചെറുതായിട്ട് കയറ്റി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ അകത്ത് കല്ലുകെട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് രാജപുരത്ത് വെള്ളം കയറ്റിയിട്ടില്ല. നമ്മുടെ വീടിൻ്റെ പുറകിലത്തുള്ള പാടത്ത് വെള്ളം കയറ്റി വരുന്നതേ ഉള്ളൂ. ചെറുതായിട്ടേ വെള്ളമുള്ളൂ. അപ്പോൾ ഈ കിളുത്ത നെല്ലിൻ്റെ ഇവിടെ നെല്ലൊക്കെ വീണിട്ട് ആ നെല്ലൊക്കെ ഇങ്ങനെ കിളുത്തൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ചാലൊക്കെ നിറഞ്ഞ്. അപ്പോൾ നമ്മുടെ എന്നെ അടുത്തെന്ന് വെച്ചാൽ 2-3 ചൂണ്ട പരീക്ഷണാർത്ഥം 2-3 ചൂണ്ടയിൽ പള്ളത്തി കിട്ടിയപ്പോൾ നമ്മളത് കോത്ത് രാത്രിയിൽ വരമ്പരെല്ലാം കൊണ്ട് കുത്തിവെച്ച് 2-3 ചൂണ്ട വെച്ചിട്ടുള്ളൂ. വെറുതെ പരീക്ഷണാർത്ഥം വെച്ച് എന്തെങ്കിലും കിട്ടുമോ മീൻ കിട്ടുമെന്ന് വലിയ ഉറപ്പ് തോന്നിയിട്ടില്ലാത്ത കാരണം, അതായത് നമുക്ക് അറിയത്തില്ലല്ലോ, വെറുതെ പരീക്ഷണാർത്ഥം വെച്ച് നോക്കിയാൽ. അപ്പം നമ്മൾ രാത്രിയിൽ ഇൻട്രോ ഒന്നും എടുത്തില്ല, പക്ഷേ ചൂണ്ടയൊക്കെ വെക്കുന്ന വീഡിയോ എടുത്ത് നമ്മൾ പുറകെയായിട്ട് കാണിക്കും. ഇപ്പം നമ്മൾ ചൂണ്ട എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ രാവിലെ കുറച്ച് നേരം പുലർന്നിട്ടുണ്ട്. രാവിലെ ഇന്ന് ഓശാനയൊക്കെ ആയിരുന്നു. രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് ലേറ്റായിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പം ചൂണ്ട നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ചൂണ്ട നോക്കാനായിട്ട് ഇറങ്ങാം. നമുക്ക് പള്ളത്തിൽ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ വെള്ളത്തിലിട്ടിരിക്കുമായിരുന്നു. 2 ചാവാറായി. പക്ഷെ നമ്മൾ 3 ചൂണ്ടേ വെക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പള്ളത്തിയുണ്ട്. നമ്മൾ 3 എണ്ണത്തിന് 4 മീൻ എടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരെണ്ണം പോയാലെന്ന് ഓർത്തിട്ട് ഒരെണ്ണം എക്സ്ട്രാ എടുത്തുകൊണ്ട് പോവാണ്. ചൂണ്ട വെക്കാനായിട്ട് ഞാനും അച്ചാച്ചനും അപ്പുറത്തെ വീട്ടിലെ അരുണും കൂടെയാണ് പോകുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂടെ ഒരാളും കൂടെ വരുന്നുണ്ട്. അത് വേറെ ആരുമല്ല, എവിടെ പോയാലും കൂടെ വരുന്ന നമ്മുടെ പോവാണ്. നല്ല നിലാവുണ്ട്. ചൂണ്ട വെക്കാൻ പോവാണ്. വലിയ പ്രതീക്ഷയൊന്നുമില്ല. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഇച്ചിരി 2-3 പള്ളത്തെ കിട്ടിയപ്പോൾ വെറുതെ ചൂണ്ട വെച്ച് നോക്കാൻ വേണ്ടി പോവാണ്. അല്ല, അങ്ങോട്ട് പോകുന്നത് എന്തിനാ? നമ്മൾ കണ്ടത്തിലല്ലേ വെക്കുന്നത്? കണ്ടത്തിലല്ലേ വെക്കുന്നത്? ഓക്കെ. കല്ലെ കുത്തി വെച്ച് നീളം കിട്ടുമോ? ഇല്ലല്ലേ. നല്ല നിലാവുള്ളത് കൊണ്ട് ഉണ്ടാവും, അങ്ങ് വരെ കാണാം. അത് നമുക്ക് ഇപ്പുറ സൈഡിൽ കൂടെ ഇറങ്ങി കണ്ടത്തിൽ കുത്തി വെക്കാം. വാ, ഫോം ഉണ്ടായിരുന്നല്ലോ കൂടെ, എന്ത് ചെയ്യും? ഫോം ഫോംറൈനാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ സാറേ, ഞങ്ങൾ ഇങ്ങോട്ടാ, കണ്ടതിലോട്ടൊന്നും വരണ്ട കേട്ടോ. നല്ല നിലാവ് ഉണ്ട്. വെട്ടം വേറെ വേണ്ട വരത്തില്ല, എന്നാലും ടോർച്ച് അടിച്ചിറങ്ങണം. ഇവിടെ വരമ്പുണ്ടോ ചാ? ഇടരുത്. വരമ്പുണ്ടോ? ചെരുപ്പ് ഇടാം അല്ലേ? ഇത് ചെറിയൊരു താഴ്ചയുള്ള വരമ്പാണ്. അപ്പം നമ്മൾ സാധാരണ ഇവിടെ എപ്പോഴും താഴ്ചയാണ്. ഇപ്പോൾ വെള്ളം കുറച്ചിട്ടുള്ളത് കൊണ്ട് അത് നീന്തി കയറണം അക്കരയ്ക്ക്. ഈ പുള്ളി വിളിച്ചപ്പോ പോത് ഫോം കരക്കേറി പോക്കോ. വരാ. എടാ അരവിന്ദേ, അവനോട് വിളിച്ചേ. അത് ഇവിടെ വെക്കാട്ടോ ഒരെണ്ണം. തുമ്പി പറക്കും ശബ്ദമാണോ കേൾക്കുന്നേ? തുമ്പി. പണ്ടൊക്കെ അമ്മൂമ്മ ഉണ്ടായിരുന്ന സമയത്ത് കഥ പറയുമ്പോൾ ഈ കണ്ടത്തിലൊക്കെ പ്രേതം ഉണ്ടായിരുന്നു. അങ്ങൊന്ന് കയറി വരുന്ന മാടനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവരൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ചത്തുപോകാതിരുന്ന കൊള്ളാം. ഇത് കൊടുത്ത് ഓക്കെ. നെക്സ്റ്റ്
3 ചൂണ്ടയിൽ 6 വരാൽ. ഇത് നമ്മുടെ ലാസ്റ്റ് ചൂണ്ടയാണ്. ഇത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ പോകും. എന്നിട്ട് നാളെ വന്ന് നോക്കും. അവൻ കണ്ടെത്തി വന്നു. അവൻ വന്നു. ഞാൻ പറഞ്ഞില്ല അവൻ വരുമെന്ന്. അവൻ അത്ര പുള്ളിക്കാരല്ല. ഓമയാ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഞങ്ങളെ വേണ്ടി ഇറക്കി വിടുമല്ലോ ചെളിയായിട്ട് വന്നോ. അമ്മ കാരണം വീട്ടിലും ചെളിയാന്ന് പറയും. അമ്മുമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് കണ്ടത്തിൽ കൂടെ നടക്കാനൊന്നും സമ്മതിക്കത്തില്ല. എന്തിനാ ഈ സമയത്ത് പോകുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇപ്പം അവരൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഈ അവരുടെ കഥയിലുണ്ടായിരുന്ന ഈ പേടിപ്പെടുത്തുന്ന രൂപങ്ങളൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ചെരുപ്പൊന്നും വേണ്ടോ? കണ്ട പാടത്ത് കണ്ട വെള്ളം കയറി മുങ്ങി വരുന്നതേ ഉള്ളൂ. എന്നുവെച്ചാൽ തൂമ്പം തുറന്നിട്ടില്ല. ചെറിയ ചെറിയ ഒലിപ്പൊക്കെ എവിടെയെങ്കിലും കൊള്ള വെച്ചിട്ട് പിന്നെ മഴ വെള്ളമൊക്കെ കയറിയിട്ട് വരുന്നതാണ് ഈ വെള്ളം. നമ്മൾ നെല്ല് കിളിപ്പി, അതായത് വിതയ്ക്കാൻ വേണ്ടി കിളിപ്പിച്ചാൽ ഇങ്ങനെ കാണത്തില്ല വിത, നെല്ല് പിടിക്കത്തില്ല. പക്ഷെ വീണ് കിളുത്തിടം കണ്ട നെല്ല കിളുത്തിക്കുന്ന മൊത്തം നെല്ല. ഇതുപോലെ ഞാറ് കാണത്തില്ല അല്ലേ ചാച്ച? കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ ഉണ്ടോ? ചൂണ്ട നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ആദ്യത്തെ ചൂണ്ട ചീറ്റി. നോക്കാം, ഉണ്ടെങ്കിൽ എടുക്കാം. എടുത്തോ, ചൂണ്ട മടക്കിയെടുത്തോ. ഈ ചാലിൽ വരാല് കാണേണ്ടതാണ്. വരാലുണ്ടായിരുന്നു, വെള്ളമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വെച്ചിട്ട് വേണ്ടി വെച്ചതാണ്. ഇതിന് വരാലുണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി ഇങ്ങനെ എടുക്കരുത്, ചിലപ്പോ പറിച്ചോണ്ട് പോകും. നോക്ക്, പയ്യെ പൊക്കി നോക്ക്. കൊറേ നേരിട്ട് കളിച്ചെന്ന് തോന്നുന്നു. ചാടി പോവോ? ഓമേ ആണ്ട ചക്കര പോയി നിക്കുന്നു. തീറ്റ എടുത്തിട്ടുണ്ട്. ഹുക്കായില്ല. കാണിച്ചേ. തീറ്റ എടുത്തു, ഹുക്കായില്ല. തീറ്റ പോയി. നടക്ക് നോക്കിയോ ചക്കരെ കൂടെ. ഓ ഇങ്ങനെ വാ. ഹെൽപ്പറല്ലേ, ഇതിന്റെ മാനേജരാ. ചാവാന് നന്നായി, എന്തായാലും ചാവാന് നന്നായി. തുഴഞ്ഞവന്റെ മഴക്കാറുണ്ട്, അതുകൊണ്ട് വെയിലില്ല. ചൂണ്ട വെച്ചിട്ട് നമുക്ക് 1 വരാല്, 3 ചൂണ്ടയിൽ 1 വരാല് അടിച്ചായിരുന്നു. രാത്രി വീണ് കടന്ന വരാലാന്ന് തോന്നുന്നു. രാത്രിയിൽ എപ്പോഴും വീണായിരിക്കും. നമ്മൾ ലേറ്റ് ആയത് കാരണം പുള്ളിക്ക് ഒരുമാതിരി ഇന്നിപ്പോൾ തന്നെ കറി വെക്കാൻ പരുവത്തിലായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ തന്നെ അത് ഊരി കറി വെക്കാനുള്ള പരിപാടി. അമ്മ ഓൾറെഡി വേറെ മീൻ വെട്ടുന്നുണ്ട്. അത് കഴിയുമ്പോൾ അമ്മയെ കൊണ്ട് തന്നെ ബാക്കിയും വെട്ടി കറി വെക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതെ. അപ്പോൾ ബൈ. മഴക്കൊല തീർന്നല്ലോ.